ഹായ് ഫ്രണ്ട്സ്, പെട്ടെന്നൊരു കസാട്ട കേക്ക് റെഡിയാക്കിയല്ലോ. അതിനുവേണ്ടി 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, അല്പം ഉപ്പ്, ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ല രീതിയിൽ അരിച്ച് മാറ്റി വയ്ക്കുക. 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുക. പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് 4 മുട്ട, 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. അതിലോട്ട് പൊടിച്ച പഞ്ചസാര അല്പം ആഡ് ചെയ്ത് കൊടുത്ത് ക്രീമി പരുവാകുന്നവരെ ബീറ്റ് ചെയ്യാം. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ആഡ് ചെയ്തെടുത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം 3 ബൗളിലോട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. 3 ഫ്ലേവറിലാണ് ഈ കേക്ക് റെഡിയാക്കി എടുക്കേണ്ടുള്ളത്. പിസ്ത, സ്ട്രോബെറി, മാംഗോ, അങ്ങനെ 3 ഫ്ലേവറും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം കേക്ക് ഓരോ ബാറ്ററായിട്ട് നമുക്ക് കേക്ക് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ആദ്യം ഞാൻ പിസ്ത, പിന്നെ മാംഗോ, പിന്നെ സ്ട്രോബെറി, അങ്ങനെ 3 കേക്കും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ പിസ്ത കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത മാംഗോ ഫ്ലേവറിലെ കേക്ക് റെഡിയാക്കി എടുക്കാം. 3 കേക്കും റെഡിയാക്കിയതിന് ശേഷം ബട്ടർ പേപ്പറിൽ നിന്ന് തണുത്തതിന് ശേഷം റിമൂവ് ചെയ്തെടുക്കാം. പിന്നെ ഇതിന് വേണ്ടി വിപ്പിംഗ് ക്രീം ആവശ്യമാണ്. വിപ്പിംഗ് ക്രീമും ഇതേപോലെ തന്നെ 3ആയിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് 3 ഫ്ലേവറിലെ കളറും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കേക്ക് ബോർഡിൽ നമുക്ക് ഓരോ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ പിസ്ത ഫ്ലേവറിലെ കേക്കാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം പിസ്ത ഫ്ലേവറിലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് രുചി കൂട്ടാൻ വേണ്ടി കുറച്ച് നട്ട്സ്, ചോക്ലേറ്റ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് തന്നെ എല്ലാ കേക്കിലും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫൈനൽ കേക്ക് ലുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 കളറും നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ക്രീമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വൈറ്റ് ചോക്ലേറ്റ് ഗനാശ റെഡിയാക്കി എടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് അല്പം പാലൊഴിച്ച് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ടോപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടി ഞാൻ 4 കോർണറിലും റോസറ്റ് വെച്ച് കേക്കിന് കുറച്ചും കൂടെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ന്യൂ ഇയറിനാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം ചോക്ലേറ്റിൻ്റെ ആൽഫബറ്റ് വെച്ച് ഞാൻ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി അതിൻ്റെ സെൻറ്ററിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബർത്ത്ഡേക്ക് ആണെങ്കിൽ ബർത്ത്ഡേയുടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് വേണമെങ്കിലും നമുക്ക് ലെറ്റർ റെഡിയാക്കി വെക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കസാട്ട കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.